അപ്പോസ്തല പ്രവൃത്തി 13:47 ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ, ദേശക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, എൻ്റെ കർത്താവ് ഈ ദേശം ഒത്തിരി ഇരുട്ടിൻ്റെ അധീനതയിലാണ്. കാലത്തിൽ നടക്കുന്ന സംഭവങ്ങളും പത്രവാർത്തകളും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം ഇരുട്ടിൻ്റെ സ്വാധീനത്തിൽ, ഇരുട്ടിൻ്റെ മറവിൽ, ഇരുട്ടിൻ്റെ അധികാരത്താൽ വെളിപ്പെടുന്ന തിന്മകളാണ്. എന്നാൽ അതിൻ്റെ മധ്യയിൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഓൺലൈൻ സർവീസിൽ കാണുന്ന വ്യക്തികളെ നോക്കി ദൈവം പറയുന്നു, അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ ഒരു വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. ഈ വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തുന്നതാണ്. യോഹന്നാൻ 1:5 പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല. ഒന്നിനും ജയിക്കാൻ കഴിയാത്ത ലൈറ്റ്. ഹു ഈസ് ദാറ്റ് ലൈറ്റ്? നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഞാനൊരു വാക്യം വായിപ്പിച്ചിട്ടത് പറയാം. ഒരു വാക്യം, ഒരു വചനം കാണിച്ചിട്ട് അത് പറയാം. അതൊരു വലിയ ആത്മീക മർമ്മമാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 21 23, 24, 25 വാക്യങ്ങൾ. നഗരത്തിൽ, ആ നഗരം എന്ന് എഴുതിയിരിക്കുന്നത് സ്വർഗമാണ്, ഹെവൻ, ദാറ്റ് ഈസ് ഹെവൻ. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യം ഇല്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ഇൻ ഹെവൻ, ആ ഒറ്റ വെളിച്ചത്തിൽ, ആ ഒറ്റ വിളക്കിൽ 24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജാതികൾ അതിൻ്റെ വെളിച്ചത്തിലേക്ക് നടക്കും. ഭൂമിയിലുള്ള രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. 25 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, കാരണം രാത്രി അവിടെ ഇല്ലല്ലോ. ബിക്കോസ് 24/7 മണിക്കൂറുകളും സമയങ്ങളും കാലഭേദങ്ങളും ഇല്ലാതെ അവിടെ കത്തി നിൽക്കുന്ന ഒരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ പേര് ദ ലാംപ് ഓഫ് ഗോഡ്.